അധികാരത്തിൽ വന്നതിന് ശേഷം വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ 1 മാസം 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും വി.ഡി. സതീശന്റെ പഴയ ഒരു പെരുമാറ്റത്തിൽ നിന്ന് മാറി ഒരു ധാർഷ്ട്യം നിറഞ്ഞ പ്രതികരണങ്ങളും പ്രസ്താവനകളും ഒക്കെ ഇറങ്ങുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് പൊതുവെ എല്ലാവർക്കും ഉണ്ട്. കാരണം പല കാര്യങ്ങൾക്കും വി.ഡി. സതീശൻ പറയുന്ന വാക്കുകൾ ഒരു അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടിയാണെന്ന് ഒരു ചർച്ച വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു അരപ്പിണറായി ആയിട്ട് വി.ഡി. സതീശനെ പലരും കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഇന്നലെ ഒരു സംഭവം ഉണ്ടായല്ലോ, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തും സുകുമാരൻ നായർ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമാണ്, അതായത് കാണാൻ അനുവദിച്ചില്ല, എറണാകുളത്ത് വന്ന് കാണണമെങ്കിൽ കണ്ടാൽ മതി, ഞാനൊരു വോട്ടറും ഒരു സമുദായ സംഘടനയുടെ നേതാവുമാണ്, എന്നിട്ട് നേരിട്ട് കാണുന്ന ഒരു അനുവാദം ചോദിച്ചിട്ട് തന്നില്ല, എറണാകുളത്ത് വന്ന് കണ്ടാൽ മതി. അപ്പൊ അതിൽ പുള്ളിക്ക് ഒരു അമർഷമുള്ളത് കൊണ്ട് പിച്ചച്ചട്ടിയുമായിട്ട് ഇനി മുന്നിൽ പോകാൻ താല്പര്യമില്ല. പിണറായി വിജയനായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നില്ല. അതായത് പിണറായി വിജയനേക്കാളും ധാർഷ്ട്യമുള്ള ആളായി വി.ഡി. സതീശൻ മാറി എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോ പിണറായി വിജയനാണെങ്കിൽ ഒരു കോൾ ചെയ്താൽ ഒന്നുകിൽ തിരക്കാണെങ്കിൽ പറയും തിരക്കാണെന്ന് പറയും, പിന്നെ വിളിക്കാം, എന്നിട്ട് തിരിച്ചു വിളിക്കുകയും ചെയ്യും. പക്ഷെ വി.ഡി. സതീശൻ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പത്തെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ചർച്ച വരുന്നുണ്ട്. കാരണം ഇലക്ഷന് മുമ്പ് വി.ഡി. സതീശനെതിരെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. അപ്പൊ അന്ന് പിണറായി വിജയനെ പുകഴ്ത്തി പറയുകയും വി.ഡി. സതീശനെ എതിരെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതികാരം തീർത്തതായിരിക്കുമോ ഈ വി.ഡി. സതീശൻ? അല്ല, അതിന്റെ പ്രതികാരം തീർത്തതാണോ അല്ലേന്ന് നമുക്കറിയില്ല. കാര്യം ഈ വിഷയത്തിൽ ഇതുവരെയും വ്യക്തമായ ഒരു പ്രതികരണത്തിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ വശം കൂടി പറയുമ്പോൾ മാത്രമാണ് ഇതിന്റെ അകത്ത് എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ ചെറിയൊരു പ്രതികരണം എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നല്ല പറഞ്ഞത്, എറണാകുളത്ത് വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ ഇപ്പൊ ഇലക്ഷന്റെ സമയമായതുകൊണ്ട് ബജറ്റിന്റെ സമയമായതുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് എന്നൊക്കെ പറഞ്ഞു എന്നുള്ള ഒരു അത് ബജറ്റിന്റെ സമയത്തുള്ള കാര്യം. അത് അന്ന് അങ്ങനെ പ്രതികരിച്ചിരുന്നു. ഞാൻ ആരെയും കാണുന്നില്ല, കാര്യം ഇത്തരം കാര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കണം, അതുകൊണ്ട് ഇപ്പോൾ ആരെയും കാണുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും സുകുമാരൻ നായർ ഈ വിഷയം അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഈ വിഷയം വീണ്ടും പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ സാമുദായിക സംഘടനയുടെ നേതാക്കളും, പ്രത്യേകിച്ച് SNDP നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും NSS നേതാവായിട്ടുള്ള സുകുമാരൻ നായരും എടുത്ത നിലപാടെന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ്. തെരഞ്ഞെടുപ്പിന് മുൻപും അല്ലെങ്കിൽ അവസാനം പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ള അവരും കൂടി വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. പല വിഷയങ്ങളിലും അവരെടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് ഇവർ ഇത്തരം ഒരു നിലപാട് എടുക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു വോട്ടറും ഒരു സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളെന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് അല്ലെങ്കിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നമ്മൾ ഈ അടുത്ത കുറച്ച് നാളായിട്ടാണ് SNDPയും NSSും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർക്കൊരു വിഷമം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി SNDP NSS എന്ന് പറയുന്നില്ല, വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴവർ പറയും ഈഴവ സമൂഹത്തെ മുഴുവനെ അപമാനിച്ചു, നായർ സമൂഹത്തെ മുഴുവനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് അവരോട് പറയുന്ന കാര്യങ്ങളിൽ അവിടെ സമുദായത്തിനെ കൂടി വലിച്ചിടുന്ന ഒരു രീതി ഇപ്പോ ഈ അടുത്തായി, ഞാൻ മുമ്പൊന്നും ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പൊ അടുത്തായി ഉണ്ട്. അവർക്ക് സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും എതിരെ എന്ത് സാധനം വന്നാലും അവിടെ സമുദായത്തിനെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട്, അത് ആ സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെ കാര്യമുണ്ട്, ഈ സമുദായത്തിന് ഒപ്പം നിർത്തുന്ന രീതിയിൽ ഇവർ പ്രസ്താവിക്കുമെങ്കിലും സമുദായത്തിന്റെ അംഗങ്ങളിൽ നിന്ന് ഒരു പിന്തുണയും കിട്ടാനില്ല. കാരണം ഈ ഒരു പ്രസ്താവന എന്തെങ്കിലും വന്നാൽ സമുദായത്തിനെ സമുദായത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ നടത്തിയാൽ അതിന്റെ പിന്നാലെ വരുന്ന കമന്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. പൊതുവേ സോഷ്യൽ മീഡിയയിൽ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും ഭയങ്കര മോശം ഇതാണ് വരുന്നത്. കാരണം എല്ലാവരും ഇപ്പൊ തന്നെ ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്. എന്താണ് അന്ന് ഇലക്ഷൻ സമയത്ത് എതിർത്ത് പറഞ്ഞതല്ലേ, ഇപ്പൊ എന്തിനാണ് കാല് പിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് കാണാൻ പോകുന്നത്, അതിന്റെ ആവശ്യമില്ല. ഇതുപോലെ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു, NSSനെ പ്രീണപ്പെടുത്താൻ അല്ലെങ്കിൽ NSSനൊപ്പം കൂട്ടാനോ NSSുമായി നല്ലൊരു സമവായത്തിൽ പോകാനോ ഒന്നും തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും വി.ഡി. സതീശൻ ശ്രമിച്ചിരുന്നില്ല. സുകുമാരൻ നായരെ കാണുകയൊന്നും ചെയ്തില്ല. സുകുമാരൻ നായർ വി.ഡി. സതീശനെ പിന്തുണച്ചിരുന്നില്ല. എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ തിരിച്ചടി അല്ലെങ്കിൽ NSSന് വലിയൊരു വിഷമം ഉണ്ടായതായി പറയുന്നത് വടശ്ശേരി ദാമോദര മേനോൻ മകൻ എന്ന് പറഞ്ഞിട്ട് പോലും NSSനോട് എടുത്ത നിലപാട് എന്തായിരുന്നു എന്ന ഒരു വിഷയമൊക്കെ ആ സമയത്തൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഞാൻ പറയുന്നത്, അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഇതുപോലെയുള്ള
സംഘടനകളൊന്നും വേണ്ട എന്ന് നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. സംഘടനകളൊന്നും വേണ്ട. ഇപ്പൊ ശ്രീനാരായണ ഗുരു ആയാലും മന്നത്ത് പത്മനാഭനും അവിടെ എവിടെയും ജാതിയുടെ വേർതിരിവോ അല്ലെങ്കിൽ ജാതി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അവർ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ സംഘടനകൾ പോലും രൂപീകരിച്ചത്. പക്ഷെ ഇന്ന് അതിന്റെ തലപ്പത്തിരിക്കുന്നവർ ചെയ്യുന്നത് വിദ്വേഷം പ്രചരിപ്പിക്കുക, അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കും വ്യക്തി ലാഭങ്ങൾക്കും വേണ്ടി ആ സംഘടനയെയും അതിന്റെ തലപ്പത്തിരുന്ന അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെയും മന്നത്ത് പത്മനാഭനെയൊക്കെ അപമാനിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇത്തരം സംഘടനകൾ വേണ്ട. ഇനി ഇത്തരം സംഘടനകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ ഒരു വിഭാഗം പറയും, സ്വാഭാവികം ഒരു വിഭാഗം പറയും അങ്ങനെയല്ല, സംഘടനകൾ വേണം, ഇത്തരം സംഘടനകൾ ഉണ്ടെങ്കിൽ മാത്രമേ സമുദായത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ അല്ലെങ്കിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകൂ എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു, ഇത്തരം സംഘടനകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ പിന്തുണ നൽകേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ സുകുമാരൻ നായരോ വെള്ളാപ്പള്ളി നടേശനോ പറഞ്ഞാൽ ആ സമുദായത്തിലുള്ള എല്ലാവരും അവർ പറഞ്ഞ വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് രാഷ്ട്രീയമായുള്ള പിന്തുണകൾ വേണ്ട. അത് അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടികൾ രാഷ്ട്രീയ പിന്തുണയ്ക്ക് വേണ്ടി അവർ വ്യക്തികളെ കണ്ട് വോട്ട് ചോദിക്കുക. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന നേതാക്കളെ ഒപ്പം കൂടി സാമുദായിക നേതാക്കളെ ഒപ്പം കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെ ഒപ്പം കൂട്ടിക്കൊണ്ട് ആ സമുദായത്തിലുള്ളവരെ മുഴുവൻ കയ്യിലെടുക്കാമെന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതൊരു മണ്ടത്തരമാണ്. അത് വീണ്ടും വീണ്ടും തലവേദന ആകുക മാത്രമേ ചെയ്യാറുള്ളൂ. പിണറായി വിജയനും അല്ലെങ്കിൽ CPM-നും പറ്റിയത് കഴിഞ്ഞ ഇലക്ഷന്റെ ഉണ്ടായത് അങ്ങനെയാണല്ലോ. വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തി എന്നിട്ട് എന്താ ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത്, അപ്പോൾ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ VD സതീശനെതിരെ മാത്രമല്ല സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സംസാരിക്കുകയുണ്ടായി. അതായത് സുരേഷ് ഗോപി അതിന്റെ 2 ദിവസം മുമ്പ് ഒരു പ്രസ്താവന സുകുമാരൻ നായർക്കെതിരെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അതിന് മറുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് NSS ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, അതായത് പെരുന്നയിൽ സ്വയം ശുദ്ധീകരണം നടത്തണം. അതായത് നേതാക്കൾ അവിടെയുള്ള ആരാണ് ഭരിക്കുന്നത് സ്വയം ശുദ്ധീകരണം നടത്തണം, അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആളെ എടുത്ത് കളയും എന്നുള്ള ഒരു രീതിയാണ്. അത് എന്തായാലും സുകുമാരൻ നായർക്ക് പിടിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ല. അത് സുരേഷ് ഗോപി മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന ഒരു പരിപാടിയിൽ ആണ് സുരേഷ് ഗോപി പ്രസ്താവന പറയുന്നത്. ഉപരാഷ്ട്രപതിയും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ പുഷ്പാർച്ചന നടത്താൻ വേണ്ടി വന്നപ്പോൾ അനുവദിച്ചില്ല എന്ന്. പല ആളുകളെയും അനുവദിക്കാതിരുന്നിട്ടുണ്ട്. പലരും പുറത്തു നിന്ന് പുഷ്പാർച്ചന നടത്തി പോയിട്ടുണ്ട്. അപ്പോൾ സുകുമാരൻ നായർ അതിന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഉപരാഷ്ട്രപതി വരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. അത് വോട്ടർമാരിൽ തെറ്റായ ഒരു ധാരണ BJP-ക്കൊപ്പമാണ്. അത് അങ്ങനെ തെറ്റായ ധാരണയെന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് NSS BJP-ക്കൊപ്പം ആയതുകൊണ്ടാണ് ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കും. ആ ഒറ്റ കാരണത്തിന്റെ പേരിലാണ് സമ്മതിക്കാതിരുന്നത്. എന്നാൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, BJP-യുടെ പല നേതാക്കളെയും NSS-കാർ അവിടെ അടുപ്പിക്കാറില്ല. പല ആളുകളും പുഷ്പാർച്ചനയ്ക്കും മറ്റും വരുമ്പോഴൊക്കെ NSS-കാർ അല്ലെങ്കിൽ NSS ഒരു തഴയുന്ന രീതിയാണ്. പല ന്യായീകരണങ്ങൾ പറഞ്ഞവർ പുറത്താക്കും. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാഷ്ട്രീയമായി NSS-നെ ഒപ്പം നിർത്തണം അല്ലെങ്കിൽ NSS-നെ കൂടെ നിർത്താൻ വേണ്ടി BJP നന്നായി ശ്രമിക്കുന്നുണ്ട്. പഴയ പോലെ അല്ല, BJP-ക്ക് കുറച്ച് NSS-ന്റെ വോട്ടുകൾ ലഭിക്കുന്നുണ്ട്. പണ്ട് ഇവർക്ക് കേരളത്തിൽ BJP ഭരണം വന്നാൽ മാത്രമേ അങ്ങനെ ഒരു സാധ്യത NSS-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുള്ളൂ തോന്നുന്നു. കാരണം നിലവിൽ CPM ആയിരിക്കും അതിന്റെ കൂടെ നിന്നിട്ട് പിണറായി വിജയന് തലോടി നിൽക്കുക എന്നുള്ളത് തന്നെയായിരിക്കും BJP-യുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഇപ്പോ മന്നത്തിന്റെ പ്രതിമയിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ പൂവിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തതല്ല അവരുടെ പ്രശ്നം. ഇതിനെ രാഷ്ട്രീയമാണ്, എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്നതാണ്. നമുക്കറിയാം, മുൻപ് ശിവഗിരി ഉൾപ്പെടെയുള്ള സംഘടന അല്ലെങ്കിൽ SNDP ഒപ്പം കൊണ്ടുവരിക എന്നുള്ളത് BJP-യുടെ വലിയൊരു ആവശ്യമായിരുന്നു. പല രീതിയിൽ ശ്രമിക്കുകയും പരാജയപ്പെടുകയും പിന്നീട് അത് വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ പോവുകയും ശിവഗിരിയിലടക്കം പോലീസ് കയറി നിരങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതിന് അന്ന് വലിയ പങ്ക് വഹിച്ച പാർട്ടി എന്ന് പറയുന്നത് BJP തന്നെയാണ്. അത് ആന്റണിയുടെ കാലത്താണെങ്കിൽ പോലും അതിന് വലിയ പങ്ക് വഹിച്ചത് BJP ആണ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ കളിച്ചത് BJP ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതിനുശേഷമാണ് BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്, ശുദ്ധീകരിക്കപ്പെടണം അല്ലെങ്കിൽ സ്വയം ശുദ്ധീകരിക്കണം അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങൾ നോക്കും. അപ്പോൾ എന്താണ് ബദൽ സംവിധാനമായി ഇവർ ഉപയോഗിക്കാൻ പോകുന്നത്? SNDP-യിൽ നിന്ന് BDJS ഉണ്ടാക്കിയതുപോലെ NSS-ൽ നിന്ന് മറ്റൊരു പാർട്ടി രൂപീകരിക്കാനാണോ BDJS ഉണ്ടാക്കിയത്? BDJS സ്വാഭാവികമായും BJP-ക്കൊപ്പമാണെന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ BDJS പോലുള്ള പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്
സുരേഷ് ഗോപി ജയിച്ചത്. ഈഴവ സമൂഹത്തെ ഒപ്പം നിർത്താൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഭൂരിപക്ഷങ്ങളെ ഒപ്പം നിർത്തുകയും ചെയ്തിരുന്ന അതേ BJPയുടെ സ്ട്രാറ്റജിയാണ് അവർ NSSന്റെ കാര്യത്തിൽ നടത്താൻ പോകുന്നത്. കാര്യം അവർ രാഷ്ട്രീയമായി മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് NSSനോടുള്ള സ്നേഹമോ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിനോടുള്ള സ്നേഹമോ ഒന്നും ആയിരുന്നില്ല. തമാശക്കെങ്കിലും ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, മഞ്ഞ ഉടുത്തിരുന്ന ശ്രീനാരായണ ഗുരുവിനെ കാവ്യ പുതപ്പിച്ചവരാണ് BJPക്കാർ എന്ന് പറയുന്നത് പോലെ ഇവർക്ക് ആരോടും, ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഇവരിപ്പോ ഈ വിഷയം കൊണ്ടുവരുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ NSSന്റെ അവിടെ ആരെയും സ്വാഭാവികം ഞാൻ സുകുമാരൻ നായരെ സപ്പോർട്ട് ചെയ്യുകയല്ല, എന്നാൽ പോലും സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് ഉപരാഷ്ട്രപതിയെ കൂടി വലിച്ചിടുന്നു എന്നുള്ളതാണ്. സുകുമാരൻ നായർ ഒരു 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. കാരണം സുരേഷ് ഗോപി എന്താണ് തൃശ്ശൂരിൽ ചെയ്തത്? ഇത്രയും കാലം കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും തൃശ്ശൂരിനെ MP ആയിട്ട് ജയിച്ചിട്ട് പോയിട്ട് എന്താണ് ചെയ്തത്? തൃശ്ശൂർ എന്താണ്? അല്ല, വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് സുരേഷ് ഗോപി ജയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ. പിന്നെ ശുദ്ധീകരിക്കുന്നതെങ്കിൽ ആദ്യം തൃശ്ശൂർ ശുദ്ധീകരിക്കട്ടെ, പിന്നെ അമ്മ ശുദ്ധീകരിക്കട്ടെ, അമ്മ സംഘടന ശുദ്ധീകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി ഇത്രയും കാലം തൃശ്ശൂർക്കാർക്ക് എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യവും ഒരു പ്രസക്തമായ ഒരു കാര്യമാണല്ലോ. കാരണം അല്ല, NSS ശുദ്ധീകരിക്കണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ NSSലിന് ബദൽ പദ്ധതികൾ അല്ലെങ്കിൽ ബദലായിട്ടുള്ള കാര്യം നോക്കുമെന്ന് പറയുമ്പോൾ ആദ്യം അമ്മ ശുദ്ധീകരിക്കട്ടെ, തൃശ്ശൂരിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, പിന്നെ ബദൽ പദ്ധതികളിലേക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ജാതി അല്ലെങ്കിൽ സമുദായ സംഘടനകളെല്ലാം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി പാർട്ടികളിലേക്ക് പോകുന്നു. അത് വലിയൊരു അതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് BJPക്ക് അനുകൂലമാക്കി മാറ്റുക എന്നതാണ്. അതിന് NSS മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു മതേതര സംസ്ഥാനം തന്നെയാണ്. നമ്മുടെ രാജ്യം പോലും മതേതര രാജ്യമാണെന്ന് പറയുമ്പോഴും പല സംസ്ഥാനങ്ങളും മതസംസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ മാനസികമായി മതങ്ങളോടൊരു താല്പര്യം കാണിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ കേരളത്തിന്റെ മനസ്സ് ഇന്നും മതേതര മനസ്സാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് വലിയ രീതിയിൽ ഒരു വളർച്ച ഉണ്ടാകാൻ കേരളത്തിൽ കഴിയാത്തത്. അപ്പൊ കേരളത്തിന്റെ മതേതര മനസ്സിനെയാണ് സുകുമാരൻ നായർ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. മറിച്ച് സുകുമാരൻ നായരുടെ വ്യക്തി ലാഭങ്ങൾ മാത്രമാണ് ഇതിൽ നോക്കുന്നതെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് സുകുമാരൻ നായരോ വെള്ളാപ്പള്ളി നടേശനോ പറഞ്ഞാൽ ആ സമുദായത്തിലുള്ളവർ പോലും അവർ പറയുന്നത് കേൾക്കില്ല. അത്ര വലിയൊരു പരാജയത്തിലേക്ക് ഈ 2 വ്യക്തികളും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അത് ആ സംഘടനയുടെ SNDPയുടെ NSSന്റെയോ പരാജയമല്ല, ഈ വ്യക്തികളുടെ പരാജയമാണ്. അതുകൊണ്ട് ഇവരെ സോപ്പിട്ട് അല്ലെങ്കിൽ VD സതീശൻ അറിയാം, ഇവരെ ഒന്നും സുഖിപ്പിച്ച് നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. ഇവരുടെ വീട്ടിലുള്ളവർ പോലും ഇവർ പറഞ്ഞാൽ വോട്ട് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്.